ടിക്കറ്റ് ബുക്ക് ചെയ്തു. ആ 200 രൂപ ഡയറക്ടറിനെ വിളിച്ചുകൊണ്ട് പോയിട്ട് കരമന ആറ്റിൻ്റെ സൈഡിലുള്ള ആ പഴിഞ്ഞിക്കടയിൽ പോയിട്ട് 100 രൂപയ്ക്ക് അങ്ങേറെ ഒരു പഴിഞ്ഞ് 100 രൂപയ്ക്ക് എനിക്കൊരു പഴിഞ്ഞ് കുടിച്ചിട്ട് ക്ഷീണം തീർത്ത് നമുക്ക് മനസ്സും നിറഞ്ഞ് നമ്മുടെ ശരീരം നടന്ന് സമാധാനമായിട്ട് സന്തോഷിച്ച് പോകുമായിരുന്നു. ചേട്ടാ ഇവിടെ പലരും പറയുന്ന അടിപൊളി പടമാണ്, ചേട്ടൻ മാത്രം പറയുന്നത് കൊള്ളൂല്ല. ഇതെന്താണ് സത്യാവസ്ഥ? എനിക്ക് നല്ല ഉള്ളതുപോലെയല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അല്ലാതെ പിന്നെ ചുമ്മാ നമ്മൾ കൊള്ളാന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നമ്മളെ കണ്ടാലല്ലേ സൂര്യ കാണാൻ പറഞ്ഞാൽ കൊച്ചു പിള്ളേർക്ക് വേണ്ടി കുറച്ച് പാട്ടുണ്ട്. ഇത് എന്നിട്ട് ഒരു പടത്തിന് ചുമ്മാ അടി, ചുമ്മാ അടി, 2 ഡയലോഗ് കഴിഞ്ഞിട്ട് വീണ്ടും അടി, അത് കഴിഞ്ഞ് വീണ്ടും പോയിട്ട് വീണ്ടും അടി. എന്തോന്ന് ആദ്യം തുടക്കത്തിലൊക്കെ കൊള്ളായിരുന്നു, പിന്നീടായപ്പോഴത്തേക്ക് ഇതാണ്. സൂര്യണ്ണൻ എങ്ങനെയല്ല വിചാരിച്ചത്? ഞാൻ സൂര്യണ്ണൻ്റെ നല്ലൊരു ആരാധകനാണ്. അയൻ സിനിമ പോലെ ഒരു വൻ പ്രതീക്ഷയോടെ വന്നപ്പോഴത്തേക്ക് എനിക്കൊരു നിരാശയാണ് തന്നത്. ഞാൻ ഉള്ളതല്ല പറയാം. തിരിച്ചു വരാം. അടുത്ത വട്ടം സൂര്യണ്ണനോടെ ഇതിനെക്കാട്ടി വില്ലന്മാരായിട്ട് ജോർജറിനെക്കാട്ടി ഞാൻ വില്ലനായിട്ട് നിൽക്കുമായിരുന്നല്ലേ, പൊളിച്ചടുക്കുമായിരുന്നല്ലേ. എനിക്കൊരു അവസരം കിട്ടിയില്ല, അതിൻ്റെ വിഷമമുണ്ട്.